നിങ്ങൾ മനസ്സിനെ പലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഇത്രയും ഇൽമിൻ്റെ ശ്രേഷ്ഠതയുണ്ട്, ഉലമാക്കൾക്ക് ഇത്രയും പദവിയുണ്ട്, ഇൽമുള്ള ആളുകൾക്ക് സമൂഹത്തിൽ ഇത്രയും സ്ഥാനമുണ്ട്, എന്നിട്ട് എന്താ ഉലമാക്കൾ ഇത്രയും കുറവെന്താ? എന്തുകൊണ്ട് ഇത്രയും കുറവ്? വെറുതെ ആവൂല. ഒരാൾ ആലിമാവുക അല്ലെങ്കിൽ ഇൽമ കരസ്ഥമാക്കുക എന്ന് പറയുന്നത് വെറുതെ ഗ്രൗണ്ടിൽ പോയി ഫുട്ബോൾ കളിക്കുന്ന പോലെ കളിച്ചാൽ കിട്ടൂല. കിട്ടുമോ? അങ്ങനെ പറ്റൂല. അങ്ങോട്ടും ഇങ്ങോട്ടും നാലുപാട് ഓടി കുറേ പന്ത് അങ്ങോട്ട് തട്ടി ചാടി കളിച്ചാൽ ആലിമാവാൻ കഴിയൂല, സാധിക്കൂല. ഇത് കുറച്ചൊന്ന് പ്രയാസമുള്ള കാര്യമാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇതിനത്രയും പ്രതിഫലം നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ബുദ്ധിമുട്ടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇൽമിൻ്റെ ഈ ബുദ്ധിമുട്ട് തുടക്കത്തിലുണ്ടാവുള്ളൂ. ഇൽമ പഠിക്കുമ്പോൾ ആദ്യത്തിലുണ്ടാവുള്ളൂ. കുറച്ച് പഠിച്ചിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റബ്ബിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ച് പഠിക്കുന്ന ആളാണെങ്കിൽ, അവൻ്റെ മാക്സിമം പഠിക്കാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ, റബ്ബ് അവൻ്റെ ഹൃദയത്തിൽ ഇൽമിൻ്റെ ഒരു ലദ്ദത്തിട്ട് കൊടുക്കും, ഒരു മാധുരി, ഒരു ടേസ്റ്റ് ഇട്ട് കൊടുക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടൂല. അവൻ പിന്നെ നമ്മൾ പിന്നാലെ നടന്ന് പഠിക്കുക, അത് വായിക്കുക, ഇത് കേൾക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. അവന് സമയം കിട്ടുമ്പോൾ, അവൻ എന്തെങ്കിലും ഒഴിവ് കിട്ടുമ്പോൾ, കച്ചവടത്തിൽ നമ്മളിന്ന് ചെറുപ്പക്കാർ കണ്ടിട്ടില്ലേ, എന്തെങ്കിലും ജോലിൻ്റെ ഇടയിൽ ഒരു സെക്കൻഡ് കിട്ടിയ ഫോൺ എടുത്ത് നോക്കുന്നത്. ഇതേപോലെ ഇൽമിൻ്റെ ലദ്ദത്ത് കിട്ടിയ ആളുകൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒഴിവ് കിട്ടിയ അപ്പം എന്ത് ചെയ്യും? ഇൽമിലേക്ക് തിരിയും. അങ്ങനെ ഒരാൾക്ക് അവൻ്റെ ഹൃദയത്തിൽ ഇൽമിൻ്റെ ലദ്ദത്ത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അവന് അള്ളാഹു സുബ്ഹാനഹു സ്വർഗത്തിൽ ഏറ്റവും വലിയ പദവി നിശ്ചയിച്ചിട്ടുണ്ടെന്നുള്ള. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടൂല, എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല. അങ്ങനെ കിട്ടാൻ നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു നമുക്കെല്ലാവർക്കും ആ ഒരു ലദ്ദത്ത് നമ്മുടെ ഹൃദയത്തിൽ ഇട്ട് തരട്ടെ.